ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചും പ്രാദേശിക വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തിയും ആത്മനിർഭർ ഭാരത് ആശയത്തെ പിന്തുണയ്ക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലക്നൌവിൽ രാഷ്ട്രപ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. 12,015 കോടി രൂപയുടെ ഡൽഹി മെട്രോ 5A ഘട്ട വികസനത്തിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അരാവല്ലി പർവ്വതനിരകൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളുടെ സ്രോതസ്സെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ലോകം. ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ. കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങൾക്കും സുരക്ഷാ വെല്ലുവിളികൾക്കും വേഗതയും കൃത്യതയുമാർന്ന പരിഹാരമാർഗ്ഗങ്ങൾ അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഡിഫൻസ് അക്കൌണ്ട് സർവീസസിന്റെ 2024 ബാച്ച് പ്രൊബേഷണർമാരോട് സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചും പ്രാദേശിക വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തിയും ആത്മനിർഭർ ഭാരത് ആശയത്തെ പിന്തുണയ്ക്കണമെന്ന് ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. 12,015 കോടി രൂപയുടെ ഡൽഹി മെട്രോ 5A ഘട്ട വികസനത്തിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. RK ആശ്രം മുതൽ ഇന്ദ്രപ്രസ്ഥം വരെയും എയ്റോസിറ്റി മുതൽ എയർപോർട്ട് ടെർമിനൽ 1 വരെയും തുഗ്ലക്കാബാദ് മുതൽ കാളിന്തി കുഞ്ച് വരെയും 3 മെട്രോ ഇടനാഴികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതിനായി 13 പുതിയ മെട്രോ സ്റ്റേഷനുകൾ നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയായി മാറിയെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. 2014 में जहां केवल 248 किलोमीटर थी मात्र, वहां पे 1090 किलोमीटर आज मेट्रो है देश में. थर्ड लार्जेस्ट नेटवर्क बन गया है भारत और बहुत जल्दी सेकंड लार्जेस्ट बन जाएगा. आज जो अप्रूवल हुआ है वो बहुत इंपॉर्टेंट है. इसको फेज 5A कहा जाएगा. 13 स्टेशन इसमें बनेंगे एंड द टोटल इन्वेस्टमेंट विल बी 12,015 करोड़. പുതിയ മെട്രോ ഇടനാഴി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും വായുഗുണ നിലവാരം മെച്ചപ്പെടാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിത ആദർശങ്ങളോടുള്ള ആദരസൂചകമായി ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രപ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ശ്രീ മോദിയുടെ ലഖ്നൌ സന്ദർശനം. ഏകദേശം 230 കോടി രൂപ ചെലവിൽ 65 ഏക്കർ വിസ്തൃതിയിലാണ് രാഷ്ട്രപ്രേരണാ സ്ഥലിന്റെ നിർമ്മാണം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് വരുമാനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കാർഷിക സുസ്ഥിരത, ഗ്രാമീണ ഉൽപാദനക്ഷമത എന്നിവ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ബിൽ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകളുമായി വിപുലമായ കൂടിയാലോചനകൾ നടന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കി. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 8:55 വിക്ഷേപണം. LVM-3യുടെ 3ാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണിത്. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. വിക്ഷേപണം വിജയകരമാക്കിയ ISROയെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു. ക്രിസ്മസ് തലേന്ന് ജനങ്ങൾക്ക് ആശംസകളുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം നൽകുന്ന ഉത്സവമാണ് ക്രിസ്മസ് എന്ന് രാഷ്ട്രപതി പറഞ്ഞു. ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് ദയയും പരസ്പര ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹം കെട്ടിപ്പടുക്കാനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. നീതി, സൌഹാർദ്ദം, സാഹോദര്യം എന്നിവ ഊട്ടിയുറപ്പിക്കാൻ ക്രിസ്മസ് ആഘോഷങ്ങൾ സഹായിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പുത്തൻ പ്രതീക്ഷയുടെയും ആഘോഷമാണ് ക്രിസ്മസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ലോകം. കേരളത്തിലെ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ക്രിസ്മസ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി പള്ളികളും വീടുകളും ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്.
പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഫലപ്രദമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി റാം നാരായൺ ഭഗേലിന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കരോൾ സംഘങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആധികാരിക രേഖയായാണ് കാർഡ് നൽകുക. തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത AST പട്ടികയിലുള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്വാതന്ത്ര്യസമര സേനാനി മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ അവസാന വാല്യം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. 11 വാല്യങ്ങളുടെ ആദ്യ പരമ്പര പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പുറത്തിറക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ മറ്റന്നാൾ വരെ അറിയിക്കാം. അരാവല്ലി പർവ്വതനിരകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളുടെ സുപ്രധാന സ്രോതസ്സാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. അരാവല്ലി ഗ്രീൻ വാൾ പദ്ധതിയിലൂടെ അരാവല്ലിയുടെ വനവിസ്തൃതി പുനഃസ്ഥാപിക്കുന്നതിനും പാരിസ്ഥിതിക പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. जो डिग्रेडेड अरावली का जो एरिया है, जो किसी भी कारण से क्षतिग्रस्त हो गया है, उसको वापस से हरा किया जाए और इसके लिए हमने 40,000 डिग्रेडेड लैंड को ग्रीन करने का इस साल इनिशिएटिव उठाया था. तो इस इकोलॉजी सिस्टम के लिए ही ग्रीन अरावली वॉल प्रोग्राम शुरू किया. एक बड़ा विषय है कि जो भी विकास की हम अवधारणा करते हैं वो सस्टेनेबिलिटी के आधार पर होना चाहिए. अरावली क्षेत्र में देश की आवश्यकता के हिसाब से स्ट्रेटेजिक क्रिटिकल मिनरल है. അരാവലി വിഷയത്തിലെ സുപ്രീംകോടതി വിധി സംബന്ധിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റർ ദീപ്തി ശർമ്മ ICC വനിതാ 2020 ബോളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തി. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ആദ്യ 2020 മത്സരത്തിലെ പ്രകടനമാണ് ദീപ്തിയെ ഈ ചരിത്ര നേട്ടത്തിലേക്ക് നയിച്ചത്. ഓസ്ട്രേലിയയുടെ അനബൽ സദർലാൻഡിനെ മറികടന്ന് 737 റേറ്റിംഗ് പോയിന്റുകളോടെയാണ് ദീപ്തി ഒന്നാമതെത്തിയത്. കനത്ത മൂടൽമഞ്ഞിനുള്ള സാധ്യത കണക്കിലെടുത്ത് ഉത്തർപ്രദേശ്, ഹരിയാന, ചണ്ഡിഗഡ്, ബീഹാർ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷ, പശ്ചിമബംഗാൾ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ മാസം 28 വരെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ വിമാന, ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. 16 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡൽഹിയിലേക്കുള്ള 50-ലധികം ട്രെയിൻ സർവീസുകൾ 6 മണിക്കൂർ വരെ വൈകിയതായി റെയിൽവേ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 116 പോയിന്റ് നഷ്ടത്തിൽ 85,409ലും നിഫ്റ്റി 35 പോയിന്റ് ഇടിഞ്ഞ് 26,140ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ കൂടി 1,01,880 രൂപയും ഗ്രാമിന് 12,735 രൂപയുമാണ് ഇന്നത്തെ വില. ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. വിപണി ഇടപെടലിലൂടെയും വിദേശ വിനിമയ സ്വാപ്പിലൂടെയും വരും ആഴ്ചകളിൽ ഏകദേശം 3 ലക്ഷം കോടി രൂപ വിപണിയിൽ എത്തിക്കാനാണ് RBI ഒരുങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചും പ്രാദേശിക വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തിയും ആത്മനിർഭർ ഭാരത് ആശയത്തെ പിന്തുണയ്ക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലക്നൌവിൽ രാഷ്ട്രപ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. 12,015 കോടി രൂപയുടെ ഡൽഹി മെട്രോ 5A ഘട്ട വികസനത്തിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്.
അരാവല്ലി പർവ്വതനിരകൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളുടെ സ്രോതസ്സെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ലോകം. ജനങ്ങൾക്ക് ആശംസ നേർന്ന് രാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ. കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.